ഈ കിളിയുടെ ബാക്കി വിശേഷങ്ങൾ പറയൂ. കിളി ഇപ്പൊ എത്ര ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മള് 2020 ആ ഹോട്ടലിൽ തന്നെയായിരുന്നു അല്ലേ? നമ്മള് ഫ്ലാറ്റ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതെ അങ്ങനെ ചെയ്ത്. സെക്കൻഡ് സീസൺ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് തിരക്കായി. കാർത്തിക് ശങ്കറിലേക്ക് എത്തിയത് മുന്നേ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ നിങ്ങൾ? കാർത്തിക് ആക്ച്വലി ഞാൻ നമ്മുടെ അജുവേട്ടനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അജുവേട്ടനും കാർത്തിക്കും ഭയങ്കര കണക്ട് ആണ്. അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ ഇങ്ങനെ ആരെ ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് അജുവേട്ടനാണ് പറഞ്ഞത് നീ കാർത്തിക്കിന്റെ അടുത്ത് പോയി പറയാറ്. അപ്പൊ കാർത്തിക് മറ്റേ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറാണ്. അവന്റെ അടുത്ത് പോയി കഥ പറഞ്ഞപ്പോ അവൻ ഓക്കെ. സനൂജ അതായത് മോഡലിംഗ് രംഗത്തും സജീവമായി നിൽക്കുന്ന ഒരാളാണ് അല്ലേ? മോഡലിംഗ് ഞാൻ അത്ര അങ്ങോട്ട് അയ്യോ ഇല്ല. വിക്കിപീഡിയ എന്നോട് അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് ഞാൻ പറഞ്ഞു ഞാൻ മീഡിയ വഴി ചാനലിലാണ് ഞാൻ വന്നത് എൻട്രി. അവിടെ നിന്നാണ് നമ്മുടെ ഒരു നിലനിൽപ്പാണല്ലോ. മോഡലിംഗിലും കൂടി ഒന്ന് ആക്റ്റീവ് ആകുമ്പോഴാണല്ലോ നമുക്ക് ഇപ്പുറത്ത് ഒരു നിലനിൽപ്പ് ഉണ്ടാവുക. ആ ഒരു കണക്ഷൻ. അപ്പോൾ ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് സനൂജിക്ക് പ്ലാൻ അല്ലെങ്കിൽ ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ കിട്ടുന്ന ക്യാരക്ടർ നന്നാക്കി ചെയ്യണം എന്നുള്ളൊരു തന്നെയുള്ളൂ. വിഷ്ണുവിന് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നന്നായി വഴങ്ങുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഹ്യൂമർ ക്യാരക്ടർ? അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് അത് വലിയൊരു കോൺട്രാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. കാരണം എൻ്റെ ആദ്യത്തെ പടം ഞാൻ ആദ്യമായിട്ട് മുഖം കാണിക്കുന്ന പടം ഇയോബിന്റെ പുസ്തകമാണ്. അതിൽ ചെമ്മൻ ചേട്ടന്റെ ചെറുപ്പമായിട്ട് ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര വൃത്തികെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള വലിയ പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് മെക്സിക്കൻ അപാര സംഭവിക്കുന്നത്. അപ്പൊ മെക്സിക്കനിൽ ആക്ച്വലി ആ ഹ്യൂമർ ക്യാരക്ടർ ആയതുകൊണ്ടും അത് വർക്കൗട്ട് ആയതുകൊണ്ടും ആ സിനിമ വർക്കൗട്ട് ആയതുകൊണ്ടും പിന്നെ കുറെ മറ്റേ കോമഡി വന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അതല്ലാതെ ഇപ്പൊ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലാണെങ്കിലും പ്രേമസൂത്രം എന്ന് പറഞ്ഞാൽ ഞാനും ബാലു ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ചൊരു ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് ഹ്യൂമർ മാത്രമല്ലാതെ ഉള്ള ഒരു പരിപാടിയിലുള്ള ഒരു സാധനം. കഴിഞ്ഞ കൊല്ലം IFFKക്ക് വേണ്ടിയിട്ടൊരു പടം ചെയ്തിരുന്നു. അതില് ഞാനായിരുന്നു ലീഡ്. അതൊരു എക്സ്പെരിമെന്റൽ പടമാണ്. ഇപ്പൊ നമ്മുടെ വാസന്തിയൊക്കെ പോലെ എക്സ്പെരിമെന്റൽ പടമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ഞാൻ ചിരിക്കുന്നേ ഇല്ല. അതിൻ്റെ അകത്ത് ചെറിയൊരു റൈറ്ററിന്റെ കഥയൊക്കെയാണ്. അതെ, IFFKയിൽ നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഈ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ ഈ കൊമേഴ്ഷ്യൽ മൂവീസ് ആണോ അത് ഇതേപോലുള്ള ഇൻഡിപെൻഡന്റ് സിനിമകൾ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനെ ഉണ്ടോ? എനിക്ക് ബേസിക്കലി സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞ കൊമേഴ്ഷ്യൽ പടം അല്ലാതെ നമുക്ക് എക്സ്പെരിമെന്റൽ പടങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു സാധനമാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ അതിൽ നിന്ന് പിന്നീട് നമുക്ക് ഈ പറയുന്ന നല്ല ഇതിലേക്കുള്ള ഒരു സ്പേസ് പോലെ. കാരണം ഇപ്പോഴും നമ്മുടെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇതൊക്കെ കൺഫൈൻഡ് ആയിട്ട് ചെറുതാകുമ്പോഴായിരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സനൂജയുടെ അതായത് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ കുറെ മണ്ടത്തരങ്ങൾ ചെയ്തു എന്ന് ഞാൻ കേട്ടു. അതല്ലാണ്ടും എല്ലാ സെറ്റിലും കുറെ മണ്ടത്തരങ്ങൾ ചെയ്യും. ഇന്ന് രാവിലെ വരെ ഒരു വലിയ മണ്ടത്തരം ചെയ്തിട്ടാണ് കുട്ടിയുടെ പെടലി. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒറ്റപ്പാലത്ത് നിന്ന് ഇവിടെ ട്രെയിനിലാണ് വരുന്നത്. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മേളിൽ കിടന്ന ഡയറക്റ്റ് AC ആയിരിക്കും. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. താഴെ പിന്നെ ഈ പ്രായം കൂടിയ ആൾക്കാരായിരിക്കും കാണാം. അപ്പൊ എന്ത് ചെയ്ത് മിഡിൽ ബർത്ത് തന്നെ സെറ്റ് ചെയ്ത് മിഡിൽ ബർത്തിൽ കയറി കിടന്നുറങ്ങി അടിപൊളിയായിട്ട് ഉറങ്ങി. പിന്നെ നല്ല ചിൽ വൈബായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങി. രാത്രിയിലെങ്ങാണ് 1 മണിക്കെങ്ങാണ്ടായിരുന്നു അല്ലേ? 1 മണിക്ക്. അപ്പൊ എഴുന്നേക്കില്ല. അങ്ങനെ കറക്റ്റ് 7 മണിയായപ്പോ തിരുവനന്തപുരത്ത് ഇപ്പൊ അലാറം വിളിച്ചു ഒറ്റ ഈ മിഡിൽ ബർത്താന്ന് മറന്നുപോയി. തല എന്നിട്ട് മേളിൽ ചെന്ന ഒറ്റയിടി അമ്മേ എന്ന് പറഞ്ഞൊരു വിളി കേട്ട് ഇപ്പൊ ഈ ശ്രദ്ധിച്ചാൽ മതി, തല അധികം അനക്കൂല. അയ്യോ, പക്ഷെ നല്ല ഉളുക്ക് കിട്ടിക്കാണൂലോ. ഇങ്ങനെ എണീക്കുമ്പോ അത്ര ഒരു ഗ്യാപ്പ് അല്ലേ ഉള്ളൂ. അതെ, മിഡിൽ ബർത്ത് അല്ലേ, നല്ല ഉളുക്ക് കിട്ടി. അതാണ് ഇതുപോലെ ഇത് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതേപോലെ മണ്ടത്തരങ്ങൾ? നമ്മള് മണ്ടത്തരങ്ങളെ കരുതി കൂട്ടി ചെയ്യലല്ലോ, കാണുന്നവർക്ക് മണ്ടത്തര തോന്നിയായിരിക്കും. അതെ, ഇതിപ്പോ കുട്ടിക്ക് ഒരു മണ്ടത്തരായിട്ട് തോന്നിയില്ല, പക്ഷെ നമുക്ക് കേൾക്കുമ്പോഴാണ് ചിരിച്ചു മരിക്കുന്നത്. എനിക്ക് തോന്നിയില്ല മണ്ടത്തര. അതുപോലെ ഈ അടുത്തിടെ വേറെ എന്തെങ്കിലും സംഭവിച്ചോ ഒറ്റപ്പാലത്ത്? ഈ അടുത്തൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അത് ഈ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടാണ് ഓർമ്മ തന്നെ. ഈ നമ്മുടെ ടൈൽ കട്ടർ ഇല്ലേ, റൗണ്ട്, അത് ഇവിടെ കിടക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോ ഞാനത് വിചാരിച്ചു, ഇത് ആരെ ഈ ഗ്രാമഫോണിന്റെ റീല് കൊണ്ടേ ഇവിടെ ഇട്ടിരിക്കണം. അപ്പൊ ഞാനത് അറിയാതെ ചോദിച്ചു. നമ്മുടെ സംശയമല്ലേ, ചോദിച്ചൂടെ ഗ്രാമഫോണിന്റെ റീലൊക്കെ എന്താ ഇങ്ങനെ ഇട്ടിരിക്കണ നിലത്ത്? തെറ്റിപ്പോയോ? ഇല്ലല്ലോ, ഗ്രാമഫോൺ റീലും തന്നെയല്ലേ പറയുന്നത്. സോറി, അതും തെറ്റിപ്പോയി. അതെന്താണ്? ഞാൻ മറന്നുപോയി. പക്ഷെ ഗ്രാമഫോണിന്റെ കാസറ്റ് എന്ന് പറയണ്ടല്ലോ കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ടൈൽ കട്ടർ കിടക്കണ കണ്ടപ്പോ ഞാൻ ആ ഗ്രാമഫോണിന്റെ റീലായിരിക്കും. അതൊക്കെ അത്യാവശ്യം ആന്റിക് പീസ് അല്ലേ, ഇതൊക്കെ ആരും കെയർലെസ് ആയിട്ട് ഇടാൻ പാടില്ലല്ലോ എന്ന്
അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സാരം. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഗ്രാം ഫോണിൽ വെച്ചു, അത്രേ ഞാൻ ചെയ്തുള്ളൂ. അതിനാണ് എല്ലാവരും മണ്ടത്തി എന്ന് പറയുന്നത്. സനൂജ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നീ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ആള് ഭയങ്കര യാത്രാപ്രേമിയും അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്ത് എനിക്ക് ചെയ്യും? ചെറിയ ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. മീൻസ് യാത്ര ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞ അമ്മ എനിക്ക് കല്യാണം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലോ വിദേശത്തോ എവിടെയെങ്കിലും ജോലിയുള്ള ഒരാളായിരിക്കണം. ഒരു 6 മാസം കൂടുമ്പോഴോ 1 കൊല്ലം കൂടുമ്പോഴോ വരും. എന്നെ കൊണ്ടുപോകണ്ട, എനിക്ക് പോകണ്ട, വല്ല വിസിറ്റിംഗ്. കേട്ടോ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുന്നേ, ഗൈസ് നോട്ട് പോയി. ആദ്യമായിട്ടാണ്. അതായത് ആൺകുട്ടികൾക്ക് സന്തോഷമായിരിക്കും, എപ്പോഴും ശല്യം ചെയ്യാൻ വരില്ല. 6 മാസം കൂടുമ്പോ വരിക കാണാൻ. സനൂജയ്ക്കും ശല്യമില്ല. നാട്ടിൽ വരുമ്പോ എല്ലാ ദിവസവും ഞാൻ പുട്ടും കടലും വെച്ചുതരാം, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതെ, കല്യാണത്തിന് എന്റെ ഭാഗത്തുനിന്ന് അധികം കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല, ഒരു 3 പേരെ ഉണ്ടാവും. അതുകൊണ്ട് ആർക്കും ഒരു പിന്നെ ബുദ്ധിമുട്ടില്ല. ഈ 6 മാസത്തിൽ വന്നാലും പുറത്തു പോകാൻ ഒരുപാട് യാത്രകൾ വേണ്ട, വേണ്ട, ഒരുപാട് സിനിമകൾ വേണ്ട, പുട്ടും കടലയും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം പോയി കഴിച്ചോട്ടെ. അതെ അതെ. ഓ എന്റെ ദൈവം, ഇൻഡിവിജ്വൽ സ്പേസ്. ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം. ആരാണെങ്കിലും പുണ്യം ചെയ്യണം. അത് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഇപ്പൊ പലർക്കും പറയാൻ എന്റെ കൂടെ സ്ഥിരം നിൽക്കണ്ട, എനിക്ക് അത് ഇഷ്ടമല്ല. ഫിസിക്ക് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും സങ്കല്പം ഉണ്ടോ? ഇല്ല, താടി വേണം, മീശ വേണം, ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ എടുക്കാ കളയാ, അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ നമുക്ക്. ഇപ്പൊ നമ്മൾ പ്രായമാവും അല്ലെ, ചിലപ്പോ എങ്ങായിട്ടിരിക്കും, അതിനൊന്നും കാര്യമില്ല. അതൊക്കെ ഇങ്ങനെ മേ ബി താടിയുള്ള ആളെ കാണുമ്പോ എനിക്ക് താടി കളയാൻ, എനിക്ക് തന്നെ കളയാൻ തോന്നും. താടി ഇല്ലാത്ത ഒരാളെ കാണുന്ന താടി വളർത്തിയിട്ട് വരുമോ ചോദിക്കും. എന്റെ മൈൻഡ് അങ്ങനെയാണ്. എനിക്ക് അതുകൊണ്ടായിരിക്കും സെറ്റ് ആവാത്ത. ഒരു പ്രത്യേക ട്രിപ്പിംഗ് ആണ് ഈ കുട്ടികളുടെ. നാഗവല്ലി മറ്റേ സത്യത്തില് കുട്ടിയുടെ എന്താണ് കുട്ടിക്ക് പ്രോബ്ലം? അല്ല, ഞാൻ പറഞ്ഞ ഇവള് മണ്ടത്തരം അല്ല ചെയ്യുന്നത്, ഇവള് കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ളവർക്ക്. അതാണ് നമുക്ക് എന്തോ പ്രോബ്ലം നമുക്ക് എന്തോ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്ത് പറയാറുണ്ട് എന്റെ ഫ്രണ്ട്സ്, ആനു നീ ഇത് പുറത്തൊന്നും പറയല്ലോ. അത് കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിയില്ല. ആ കാര്യമൊന്നും പേടിക്കണ്ട, നീ പേടിക്കാ. എന്തായാലും സനൂജയുടെ ഈ ഒരു പ്രവചനം അല്ല, ഈ ഒരു ആഗ്രഹങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഒരു പ്രവാസി തന്നെ ഞാൻ ഉറപ്പ് പറയാം, ഈ ടെലികാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് ചാറ പറയാൻ. അതെ അതെ, ഒരുപാട് അങ്ങനെ കല്യാണ ആലോചന വന്നിട്ട് ഒരു അടിപൊളി പയ്യനെ കിട്ടട്ടെ. എന്നിട്ട് 6 മാസം നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്തായാലും 6 മാസം ഒന്നും ചെയ്യുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ എനിക്ക് എന്റെ സ്പേസ്, എന്റെ ബെഡ്. അയ്യോ, അടിപൊളി അടിപൊളി. എന്തായാലും ഉഷാറായി ഈ ഒരു സംഭവം, ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു എനർജി തന്നെ നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ? ഈ എനർജി കാരണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ എനർജി തന്നെ. ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ ഗെയിമൊക്കെ ഇവർക്ക് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവള് ചിലപ്പോൾ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുകയാണ്, അപ്പൊ അത് ചിലപ്പോൾ ഇവിടെ മനസ്സിൽ വേറെ രീതിയിലായിരിക്കും. നമ്മൾ സാറ്റ് കളിക്കാന്നൊക്കെ പറയില്ല, നമ്മളെങ്ങനെ സാറ്റ് കളിക്കുന്നത്? എല്ലാവരും ഒളിക്കും, ഒരാൾ എണ്ണും. ചിലപ്പോൾ ഇവള് കളിക്കുന്നത് എങ്ങനെയാ, എല്ലാവരും എണ്ണും, ഒരാൾ പോയി വിളിക്കും, എന്നിട്ട് എല്ലാവരും അവളെ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കണം പരിപാടിയാണല്ലോ. എന്തായാലും എന്റെ ഒരു ഗെയിം ഉണ്ട്, ഞാനൊരു ഗെയിം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗെയിം നിങ്ങൾ അതേപോലെ തന്നെ കളിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതേപോലെ തന്നെ. പക്ഷെ തിരിയും എന്താ ചെയ്യാ? അത് ഈ രണ്ടുപേര് കളിക്കുന്നല്ലേ? രണ്ടുപേര് കളിക്കുന്നതാണ്, ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ആ മൂലയ്ക്ക് പോയി ഞാൻ കളിച്ചോളാം, പ്ലീസ് എന്നെ അങ്ങോട്ട്. രണ്ടുപേരും കളിക്കണം, പക്ഷെ രണ്ടുപേരും ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവണം. കാരണം ഒരാളെ തോൽപ്പിക്കണം എന്നുള്ള വാശിയും വീറോട് കൂടി കളിക്കണം. റെഡി? യെസ്.